വായുമലിനീകരണം പോലെ പ്രശ്നമായിരിക്കും ജലമലിനീകരണവും, അവിടുത്തെ കൃഷി, ഇതെല്ലാം പ്രശ്നമാണ്. അപ്പോൾ ഇതിനെ സമീപിച്ച രീതി ഒരിക്കലും എന്തല്ല, ശാസ്ത്രീയമല്ല, അത് ധാർമ്മികവുമല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ എന്താണ് മനസ്സിലാക്കുന്നത് എനിക്കറിയത്തില്ല. എല്ലാവരും മാറിപ്പോണമെന്നാണോ? കുറച്ച് വൻകിട മുതലാളിമാരും വൻകിട സ്ഥാപനങ്ങളും വലിയ പ്രോജക്റ്റുകളും മാത്രം മതിയോ? മന്ത്രിയുടെ നിലപാട് ഏറ്റവും മോശമായിപ്പോയി. ഒന്നാമത്തെ കാര്യം, അങ്ങനെ പറയാനേ പാടില്ല. മന്ത്രി പക്വതയോടുകൂടി സംസാരിക്കണമായിരുന്നു. ഫയൽ വന്നില്ല, എൻ്റെ വകുപ്പല്ല, മറ്റാരുടെ വകുപ്പാണ്, അവർ വേണമെങ്കിൽ ചെയ്യട്ടെ, ഞാനിത് കണ്ടില്ല അറിഞ്ഞില്ല എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ നമുക്ക് ഭൂഷണമല്ല. ഒരു കാരണവശാലും അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാഴ്ചപ്പാടുമല്ല. നമസ്കാരം. കൊച്ചിയിലെ അയ്യൻകുഴി മലമുകൾ പ്രദേശത്തെ 20ലധികം കുടുംബങ്ങൾ ഇപ്പോൾ പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണ് ഉള്ളത്. അതായത് BPCL HOCL കമ്പനി മൂലം അവരിപ്പോൾ ആ ഒരു പ്രദേശത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവിടുത്തെ പ്രദേശവാസികളെല്ലാവരും തന്നെ ഉള്ളത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് ഭൗമശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ V സുഭാഷ് ചന്ദ്രബോസാണ്. കൊച്ചിയിലെ അയ്യൻകുഴി അമ്പലമുകൾ പ്രദേശത്തെ ജനങ്ങളിപ്പോൾ പൊറുതിമുട്ടിയ അവസ്ഥയിലാണുള്ളത്. സത്യത്തിൽ മനുഷ്യനിപ്പോൾ മണ്ണിലും മാനത്തും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. അമലെ, ശരിക്കും നമ്മൾ ഇതൊരു ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അവിടെ ഇപ്പോൾ 41 കുടുംബം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പലരും വിറ്റുപോയി. ഒരു 21 കുടുംബമേ ഉള്ളൂ. ഒരു 9.5 ഏക്കർ സ്ഥലം, കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാരത് പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ മറ്റൊരു ഓർഗനൈസേഷൻ. അപ്പോൾ ഈ 2 ഓർഗനൈസേഷൻ്റെ ഇടയ്ക്കാണ് ഇത് ട്രാപ്പായിപ്പോയി. ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്, ലോകത്തെല്ലായിടത്തും വരും. ഒരു എൻവയോൺമെൻറ്റൽ റെഫ്യൂജീസ് എന്ന് പറയുന്ന പാരിസ്ഥിതിക അഭയാർത്ഥികളുണ്ടാവും. ഓരോ പദ്ധതി വരുമ്പോൾ ആളുകൾ മാറിപ്പോകേണ്ടി വരും. എന്നാൽ ട്രാപ്പിലായി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് മാറിപ്പോകാനും പറ്റുന്നില്ല, അവരെ വസ്തു ആരും വാങ്ങത്തുമില്ല, അവിടെ വന്നു ആരും അവരെ ഇതിനകത്തൊരു വൈകാരിക പ്രശ്നമുണ്ട്. അറിയാമോ? ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ സമരത്തിലാണ്, അപ്പോൾ ബന്ധുക്കൾ അവിടെ വരത്തില്ല, അവിടെ നിന്നൊരു കല്യാണം കിട്ടത്തില്ല, അവിടുത്തെ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ മറ്റ് സ്കൂളിലെ കുട്ടികൾ കാണുന്ന വേറെ, കാരണം ഒരു പൊല്യൂട്ടഡായിട്ട് പ്രദേശം. അപ്പോൾ ഒരു മാനസികമായി വലിയ പ്രതിസന്ധിയിലായിരിക്കും അവർ ജീവിക്കുന്നത്. പിന്നെ അസുഖങ്ങൾ അവർക്ക് ഇടയ്ക്ക്, പിന്നെ ഹൈക്കോടതി വിധി പ്രകാരം അവരെ ടെസ്റ്റ് നടത്തി, മെഡിക്കൽ ക്യാമ്പ് വെച്ചപ്പോൾ 23% പേർക്ക്, അപ്പോൾ 100 പേരാണ് പങ്കെടുത്തത്, അത്രയേ ഉള്ളൂ. അപ്പോൾ 23% ശ്വാസകോശ രോഗങ്ങൾ, ചിലർക്ക് പിന്നെ ആസ്മ, അലർജി, മൂക്കിൻ്റെ അലർജി, ഇങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ഒരുപാട് ആളുകൾ വന്നു. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം, അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി അവർ കുറേ സമരം വന്നു. ഇപ്പം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അതിനകത്ത് നേരിട്ട് കേസെടുത്തു, സുവമോട്ടോ കേസെടുത്തു, പിന്നെ ഹൈക്കോടതിയിൽ കേസ് കിടക്കുന്നു. കമ്പനി പറയുന്നത് ഞങ്ങൾ 35% ഗ്രീൻ കവർ വന്നിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി ഗ്രീൻ കവർ വരാനുണ്ട്, ചെടി നട്ടിട്ടുണ്ട്, അപ്പോൾ ഗ്രീൻ കവർ വരും, അപ്പോൾ ഇതൊക്കെ പരിഹരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കമ്പനി എന്ത് പറഞ്ഞാലും, സർക്കാർ എന്ത് പറഞ്ഞാലും, അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ജനങ്ങൾ, 29 വീടുകാരാണെങ്കിൽ ഒരു 5 വെച്ച് കണക്കാക്കിയാൽ ഒരു 100-ലധികം ആളുകൾ, അവരുടെ ജീവൽ പ്രശ്നമാണ്. ഇതിനകത്തിൽ ഏറ്റവും മെച്ചം കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, 9 ഏക്കറല്ലേ ഉള്ളൂ. ഇതിനടുത്ത് അവിടെ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ സംസ്കരിക്കാനുള്ള ഒരു പ്ലാന്റ് വരുത്താം, കാരണം ആളുവാസമില്ലാത്ത സ്ഥലമാണല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളും സർക്കാർ നടത്തുന്നുണ്ട്, ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം അതല്ല, ഒരു സമൂഹം ഇങ്ങനെ സമരം ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യമേ തന്നെ ഈ ഫാക്ടറി വരുമ്പോൾ ഇവരെ കൂടി പുനരധിവസിപ്പിക്കണമായിരുന്നു, അല്ലെങ്കിൽ വസ്തു ആര് വാങ്ങണമായിരുന്നു? ഫാക്ടറി വാങ്ങി മറ്റാവശ്യങ്ങൾക്ക്, അവർക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ, ഫാക്ടറിയെ സംബന്ധിച്ച് മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാം, അതിന് ചെയ്യാമായിരുന്നു. ഇത് സർക്കാർ ഫാക്ടറി വാങ്ങിയില്ലെങ്കിൽ സർക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നു. പക്ഷേ ഇതിൽ വളരെ വേദനാജനകമായൊരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചാനൽ എല്ലാ ചാനലും കണ്ടായിരുന്നു, അല്ല ഒരു ചാനൽ ഞാൻ സീരിയസ് ആയി കണ്ടായിരുന്നു. നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി, അദ്ദേഹം ചെറുപ്പക്കാരനാണ്, ഇന്ന് CPMൽ ജീവിച്ചിരിക്കുന്ന, താത്വികമായി കാര്യങ്ങൾ അവലോകനം ചെയ്യുന്ന ആളാണ്, ദേശാഭിമാനിയുടെ റെസിഡൻറ്റ് എഡിറ്ററായിരുന്നു, എഴുതുന്ന ആളാണ്, ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ സമൂഹം കാണുന്നത്. അദ്ദേഹത്തോടൊരു പത്രലേഖകൻ, അപ്പോൾ പ്രവർത്തകൻ, മാധ്യമപ്രവർത്തകൻ രാവിലെ, ചാനലിൻ്റെ പ്രവർത്തകൻ രാവിലെ ചാനലിൽ എന്തോ എഴുതി കാണിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കും, വാക്ക് പാലിച്ചില്ല, അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്തെന്ന് തോന്നുന്നു. അദ്ദേഹം വളരെ വല്ലാത്ത രീതിയിൽ ആ പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം പത്രപ്രവർത്തകർ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പം നാളെ നിങ്ങൾ ധാരാളം കാര്യങ്ങളെ വിമർശനപരമായി സമീപിക്കുന്നൊരു ചാനലാണ്.
നിങ്ങളൊരു പ്രശ്നമായിട്ട് വന്നു, എൻ്റെ അടുത്ത് വന്നു, ഞാൻ ഭരണാധികാരിയാണ്, ഞാൻ മന്ത്രിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട അധികാര സ്ഥാനത്ത് ഇരിക്കുന്നതാണ്, ജനങ്ങൾ തന്നാണെങ്കിൽ ആദ്യം എൻ്റെ പ്രതിഷേധം പറഞ്ഞു, നിങ്ങളാ കാണിച്ച് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം, വിഷയത്തിലേക്ക് വരണം. ആദ്യം എൻ്റെ പ്രതിഷേധം സമ്മതിച്ചു, രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ വിഷയത്തിലേക്ക് വരണം. ഇത് ഉടനീളം പ്രതിഷേധം പറഞ്ഞു എന്ന് മാത്രമല്ല, അത് എൻ്റെ അടുത്ത് പരാതി വന്നില്ല. ഗ്രീൻ ട്രിബ്യൂണൽ കേസെടുത്ത്, ഹൈക്കോടതി കേസെടുത്തു. വലിയ പത്രങ്ങൾ, എല്ലാ പത്രങ്ങളും, എല്ലാ ചാനലുകളും കഴിഞ്ഞ 6-7 വർഷമായി ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. 2020 മുതൽ ഇത് വലിയ റിപ്പോർട്ട് വരുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം പത്രം ഒന്നും വായിക്കാറില്ലേ? ഇദ്ദേഹം റെസിഡൻ്റ് എഡിറ്ററായ ആളല്ലേ, പത്രം വായിക്കാറില്ലേ? പിന്നെ ചാനലുകൾ കാണാറില്ലേ? ഗ്രീൻ ട്രിബ്യൂണൽ കേസെടുത്ത് അറിഞ്ഞില്ലേ? അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. വ്യവസായ വകുപ്പിനുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണിത്. വ്യവസായവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വ്യവസായ വകുപ്പ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ജനങ്ങൾ സംസ്ഥാനത്തിൻ്റെ അല്ലേ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതൊരു ചോദ്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ജില്ലയിലല്ലേ? മൂന്നാമതൊരു ചോദ്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനല്ലേ റവന്യൂ മന്ത്രി? സ്വന്തം സഹപ്രവർത്തകൻ. അപ്പം നമ്മൾ 2 സഹപ്രവർത്തകരായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ പോർട്ട്ഫോളിയോയിലല്ലെന്ന് വിചാരിക്കുക, എനിക്കല്ല പരാതി തന്നതെന്ന് വിചാരിക്കുക. എന്താ ചെയ്യേണ്ടത്? ഞാൻ പരാതി മേടിച്ച് എൻ്റെ സഹപ്രവർത്തകനായ മന്ത്രിയോട് കൊടുക്കണ്ടേ? മന്ത്രി, ഇങ്ങനെ പ്രശ്നമുണ്ട്, എൻ്റെ ജില്ലയിലാണ്, ഞാൻ മന്ത്രിയാണ്, കേരളത്തിൽ ഒരുപാട് വ്യവസായങ്ങൾ വരാനുള്ളതാണ്, ഇത് പാടില്ല, എത്രയും പെട്ടെന്ന് ഇവരെ പുനരധിവസിപ്പിക്കണം, ആ വസ്തു ഏറ്റെടുക്കണം എന്ന് പറയണ്ടേ? അത് നടന്നില്ല. അപ്പോൾ ഇവിടെ ഈ പരിസ്ഥിതി വിഷയങ്ങളോട് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സർക്കാർ എന്താണ് മനസ്സിലാക്കുന്നത് എനിക്കറിയത്തില്ല. എല്ലാവരും മാറിപ്പോണമെന്നാണോ? കുറച്ച് വൻകിട മുതലാളിമാരും വൻകിട സ്ഥാപനങ്ങളും വലിയ പ്രോജക്റ്റുകളും മാത്രം മതിയോ? മനുഷ്യർ വേണ്ടേ ഇതൊക്കെ ആസ്വദിക്കാൻ? ഇത് കാണാൻ മനുഷ്യൻ വേണ്ടേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ വായുവിന് മലിനീകരണം, ആളുകൾക്ക് ആസ്മ, അലർജി, മൂക്കിന് അലർജി, നെഞ്ചുവേദന, സംസാരിക്കാൻ വയ്യ, വലിയ പ്രശ്നമാണ് അവർക്ക് ഈ വായു മലിനീകരണം കൊണ്ട്. ഇനി ജലമലിനീകരണം എത്ര ഉണ്ടെന്നുള്ളതും വേറെ ആലോചിക്കണം. വായു മലിനീകരണം പോലെ പ്രശ്നമായിരിക്കും ജലമലിനീകരണവും. അവിടുത്തെ കൃഷി, ഇതെല്ലാം പ്രശ്നമാണ്. അപ്പോൾ ഇതിനെ സമീപിച്ച രീതി ഒരിക്കലും എന്തല്ല, ശാസ്ത്രീയമല്ല, അത് ധാർമ്മികവുമല്ല. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നാം ഒരു കാര്യം പറയട്ടെ, ഈ മന്ത്രിമാർ പൊളിറ്റിക്കൽ ലീഡർമാരായിരിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ പറയും. ഇനി വേറെ കാര്യം ആലോചിച്ചു, ഇദ്ദേഹം അവിടെ പോയി ഒരിക്കൽ സമരവും ചെയ്തിട്ടുണ്ടെന്ന്, ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെന്ന്. ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരാൾ നമ്മളൊരു സമരത്തിന് ഞാനൊരു ഉദാഹരണം പറയും, ഞാനിപ്പോൾ ഒരു സമരം ഉദ്ഘാടനം ചെയ്യുന്നത്, പൊളിറ്റിക്കൽ ലീഡറാണ്, ഉദ്ഘാടനം ചെയ്താൽ ഞാൻ മന്ത്രിയായ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കുമെന്നല്ലേ? മറ്റാരെക്കാളും ഞാനല്ലേ ആ പ്രശ്നം പഠിച്ച ആൾ, ഞാനവിടെ പോയി സമരം ഉദ്ഘാടനം ചെയ്തെങ്കിൽ അതും ചെയ്തില്ല. ഇത് പുറത്ത് വയ്ക്കുമ്പോൾ നമ്മൾ വലിയ സമരം ചെയ്യും, സമരങ്ങൾ ഉദ്ഘാടനം ചെയ്യും, വലിയ ബോളം ഉണ്ടാക്കും. സെക്രട്ടേറിയറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വരണം? ഫയൽ വരണം. കോടതിയിലാണ് കേസ് കൊടുത്താൽ പരാതി ഇല്ലെങ്കിൽ നടപടി വരില്ല. പരാതിക്ക് വേണ്ടി നടപടിയുള്ളത് കോടതിയിൽ മാത്രമാണ്. സർക്കാരിൽ അങ്ങനെയല്ലല്ലോ. സർക്കാരിൽ ആരെങ്കിലും പരാതി പറയണോ? നമ്മളിപ്പോൾ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നു, നമുക്ക് ഇറങ്ങേണ്ട, ചിലപ്പോൾ സഹായിക്കേണ്ട സാഹചര്യം വന്നു, നമ്മൾ ഉടനെ ഫയൽ വരട്ടെ എന്ന് പറയൂ? ഒരിക്കലുമില്ല. നാട്ടിലെ പ്രശ്നങ്ങളിൽ അങ്ങോട്ട് ചെന്ന് ഇടപെടുന്നതാണ് മന്ത്രി. അങ്ങോട്ട് ചെന്ന് ഇടപെടാനാണ് ജനാധിപത്യത്തിൽ സംവിധാനങ്ങൾ വച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് ജനങ്ങൾ പരാതിയുമായി വന്നതുകൊണ്ട് മാത്രം ചെയ്യലല്ല, ഇവിടുത്തെ പരിസ്ഥിതിയെ സംരക്ഷിക്കൽ, അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കൽ, അവരുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വ്യവസായ മന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ സംഭവിച്ചെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഞാനത് ആരോഗ്യവകുപ്പിനെ ശ്രദ്ധപ്പെടുത്താം, ഞാൻ ആരോഗ്യവകുപ്പിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഇവിടെ ഒരു മീറ്റിംഗ് വിളിക്കാം, ഇതിലേത് മന്ത്രിയാണ് സീനിയർ നോക്കിയിട്ട് ആ മന്ത്രിയുടെ ക്യാബിനിൽ വിളിച്ചാൽ മതിയല്ലോ. സ്വന്തം ക്യാബിനിൽ വിളിക്കേണ്ട ഏത് മന്ത്രിയാണ് സീനിയർ, പ്രായം കൊണ്ടോ അല്ലെങ്കിൽ പദവി കൊണ്ടോ പോർട്ട്ഫോളിയോ വെച്ച് ആരാണ്, അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ആ മന്ത്രിയുടെ ക്യാബിനിൽ മീറ്റിംഗ് വിളിച്ചാൽ 2 മണിക്കൂറുണ്ട്, ഭാരവാഹി അവരുടെ കമ്പനി അധികൃതരെ കൂടെ വിളിച്ചാൽ തീരാവുന്നൊരു വിഷയമല്ലേ ഉള്ളൂ. അത് തീർക്കുന്നില്ല. അതിന് പകരം ഏതെങ്കിലും മാധ്യമത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിൽ എന്തെങ്കിലും ഒരു വാർത്ത വന്നു, ആരെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്തു, അതിൻ്റെ ഈഗോയുടെ പുറത്ത് പോകേണ്ട ആളല്ല ആര്? മന്ത്രി എപ്പോഴും എന്തായിരിക്കണം? മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം, പച്ചയായ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ പരമാവധി ഈഗോലെസ് ആയിരിക്കണം. ഈ മന്ത്രി മാത്രമല്ല, പല മന്ത്രിമാരെ നമ്മൾ കാണുന്നുണ്ട്, കേന്ദ്രമന്ത്രിമാരെയും കാണുന്നുണ്ട്, പേരൊന്നും പറയുന്നില്ല, അങ്ങ് ഷൗട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ട് നമ്മൾ അവരോട് വ്യക്തിപരമായ കാര്യങ്ങളല്ലല്ലോ അവരോട് ചോദിക്കുന്നത്, അവരെ വീട്ടിലെ കാര്യമല്ലല്ലോ ചോദിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ പണം കൊടുത്ത് പൊതുസമൂഹത്തിൻ്റെ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പൊതുസമൂഹത്തിൻ്റെ ചിലവിൽ എല്ലാവിധ സൗകര്യങ്ങളും മറ്റാർക്കും ഈ ഭൂമിയിൽ ഇല്ലാത്ത സൗകര്യങ്ങളാണ് ആർക്കും നമ്മൾ കൊടുക്കുന്നത്? മന്ത്രിമാർക്ക് കൊടുക്കുന്നത്. വാഹനം, വീട്, സൗകര്യങ്ങൾ, സ്റ്റാഫ്, എന്തൊക്കെ സൗകര്യങ്ങളാണ് കൊടുക്കുന്നത്? അങ്ങനെ സൗകര്യങ്ങൾ വാങ്ങുന്ന ആൾ പൊതുസമൂഹത്തിനോട് വലിയ ബാധ്യതയുണ്ട്. ജനാധിപത്യത്തിൽ പലപ്പോഴും ഇതവർ മറന്നുപോകും. ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങളെ പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് പറയാം, അതല്ല ചെയ്യേണ്ടത്. മന്ത്രിയുടെ നിലപാട് ഏറ്റവും മോശമായിപ്പോയി. ഒന്നാമത്തെ കാര്യം, അങ്ങനെ പറയാനേ പാടില്ല. മന്ത്രി പക്വതയോടുകൂടി സംസാരിക്കണമായിരുന്നു.
2 അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ കൊണ്ട് ഇതിന് പരിഹരിപ്പിക്കണമായിരുന്നു. നമുക്ക് പറയാനുള്ളത്, നമുക്കിത് ചർച്ചയ്ക്ക് വരുന്നത് ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെയും ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളിൽ വലിയ വാർത്ത, ശ്വാസം മുട്ടുന്നു എന്നൊരു ജനത കുറച്ചായിരിക്കും. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വലിയ വാർത്ത വന്നു, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു, മനോരമ, എല്ലാ ചാനലുകളും പത്രങ്ങളും ഈ വിഷയം എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പിന്നെ ഓൺലൈൻ ചാനലുകൾ ധാരാളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ അടിയന്തരമായി ഈ അമ്പലം നഗറിലെ ഈ പ്രശ്നം വളരെ ഗൗരവമായി ഗവൺമെൻറ് പരിശോധിക്കുകയും 29 വീട്ടുകാരെ മാറ്റിയാൽ മതി. അവർക്കാവശ്യമായ അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും ആ സ്ഥലം ഒന്നുകിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും പദ്ധതികൾക്കെടുക്കുക, അല്ലെങ്കിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ പഞ്ചായത്താണത്, പഞ്ചായത്താണ്, കോർപ്പറേഷനല്ല, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിപാടിക്കെടുക്കുക, അല്ലെങ്കിൽ ഗാർഡനാക്കുക. 9 ഏക്കർ സ്ഥലമല്ലേ ഉള്ളൂ, നല്ല ഫോറസ്റ്റ് ആക്കി ഇട്ടാലും കുഴപ്പമില്ലല്ലോ. ഇവിടെ ആഗോളതാപനവും കാലാവസ്ഥ വ്യതിയാനവും കാരണം മനുഷ്യന് നിൽക്കാൻ വയ്യ. മാത്രമല്ല ഇന്ത്യയിലെ മാലിന്യങ്ങളുടെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ പട്ടികയിൽ കൊച്ചി വളരെ മുന്നിലാണ്. ഒരു ഗ്രീൻ ഹബ്ബാക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടവർ. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്നതിന് പകരം ഇത് ഒരു വാശിയുടെ പുറത്ത്, തർക്കത്തിൻ്റെ പുറത്ത് പോവുകയാണ്. അത് ശരിയല്ല. ഇപ്പോൾ ഗ്രീൻ ട്രിബ്യൂണലും കേസെടുത്തിട്ടുണ്ട്. അത് അവർ സുഖമോട്ടോയല്ലേ കേസെടുത്തിട്ട്, പത്രവാർത്ത കണ്ടിട്ടല്ലേ. അപ്പോൾ ശരിക്കും മന്ത്രിമാരൊക്കെ ചെയ്യേണ്ട എന്താണ്? പത്രത്തിൽ വരുന്ന വാർത്തകൾ, മീഡിയയിൽ വരുന്ന വാർത്തകൾക്ക് അവരെ വകുപ്പുകളിൽ ഒരു ആളുകളെ വെക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും ഒക്കെ ഉണ്ടല്ലോ. ഈ വാർത്തകളെല്ലാം കട്ട് ചെയ്തിട്ട് ഇഷ്യൂസിൽ ഇടപെടണം. നാട്ടിൽ അങ്ങോട്ട് രാജാവ് ആരെങ്കിലും പറഞ്ഞറിഞ്ഞാലും, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞാലും ഇടപെടുമ്പോഴാണ് രാജാവ് രാജ്യത്തിന് ഉതകുന്ന ഭരണാധികാരിയാകുന്നത്. ഇത് ഫയൽ വന്നില്ല, എൻ്റെ വകുപ്പല്ല, മറ്റാരുടെ വകുപ്പാണ്, അവർ വേണമെങ്കിൽ ചെയ്യട്ടെ, ഞാനിത് കണ്ടില്ല അറിഞ്ഞില്ല എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ നമുക്ക് ഭൂഷണമല്ല. ഒരു കാരണവശാലും അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാഴ്ചപ്പാടുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഈ പാവപ്പെടുന്ന ജനത, ഇന്നലെ അവർ രാത്രി രാപ്പകൽ സമരം ചെയ്തു, റോഡ് ഉപരോധിച്ചു. അവസാനം അവർക്ക് കൊടുത്തിരിക്കുന്ന അതൊരു പരിഹാരം ഉണ്ടാക്കാവുന്നതാണ്. പലവട്ടം അവർ ചെയ്തു. അല്ല, അപകടത്തിൻ്റെ കാര്യം പറഞ്ഞു നടക്കാണ്. 17 പേര് മരിച്ചു കഴിഞ്ഞ കുറേ വർഷമായിട്ട്. ഇപ്പോഴും വീണ്ടും പറയുകയാണ് ആ വളവ് നോക്കുമെന്ന്. മന്ത്രി തന്നെ വന്നതെന്ന് പറയുകയാണ്, ഗതാഗത മന്ത്രി തന്നെ വന്നതെന്ന് പറയുകയാണ്, റോഡിൽ എന്തോ കുഴപ്പമുണ്ട്, ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവിടെ റോഡ് പണിയുന്നതെന്ന്. എന്താണ് നമുക്കറിയില്ല. ഇത് ആരെയാണ് ബോധവൽക്കരിക്കുന്നത്? നിങ്ങളെ എന്നെപ്പോലുള്ള സാധാരണ ടാക്സ് കൊടുക്കുന്ന ജനങ്ങളെയോ ബോധവൽക്കരിക്കുന്നത്? അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. എന്ത് ഗവൺമെൻറ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാം പഞ്ചായത്തും എല്ലാം ജനങ്ങൾക്ക് വേണ്ടത് നീതിയാണ്, സത്യമാണ്, ധർമ്മമാണ് ഇവിടെ പുലരേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ അടിയന്തരമായി എൻവയോൺമെൻറ്റൽ ട്രാപ്പിൽ പെട്ടുപോയ, ഒരു പരിസ്ഥിതിയുടെ ട്രാപ്പിൽ പെട്ടുപോയവരാണ് അവർ. ആ ട്രാപ്പിൽ പെട്ടുപോയവരെ അടിയന്തരമായിട്ട് അവിടെ നിന്ന് പുനരധിവസിപ്പിക്കണം. അല്ലെങ്കിൽ 29 കുടുംബങ്ങളല്ലേ ഉള്ളൂ, അവർ ചത്തുപോട്ടെ എന്നാണോ? അവർക്ക് താമസിക്കാനുള്ള സംവിധാനം അടിയന്തരമായി സർക്കാർ ചെയ്തു കൊടുക്കണം.